വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. അന്തിമ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമയം നീട്ടിച്ചോദിച്ചതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. SPS ശശിധരനെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത്. 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കോടതിയെ കളിയാക്കരുതെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ പറഞ്ഞു. മൈക്രോ ഫിനാൻസിംഗ് തട്ടിപ്പ് കേസ് വീണ്ടും വലിയ സജീവമാവുകയാണ്. ഹൈക്കോടതി നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ച് പല ആവർത്തി ആ അന്വേഷണം അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമങ്ങൾ നടത്തി. ഈ പറയുന്ന SP ശിവരാജനെ പല രീതിയിൽ പിണറായി വിജയൻ വേട്ടയാടാൻ ശ്രമിച്ചു. അവസാനം എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ കോടതി ഇത്രയും കടുത്ത ഭാഷയിൽ രോഷത്തോടു കൂടി അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, ശിവരാജനെ എന്തോ പറഞ്ഞ് ആരോ പേടിപ്പിച്ചിട്ടുണ്ട്, ശിവരാജനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ശിവരാജനെ ഒന്നുകിൽ വിലക്ക് വാങ്ങി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരളം കണ്ട വർഗീയ ക്രിമിനലിൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുകുക തന്നെയാണ്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് പലരും ഈ പറയുന്ന രീതിയിൽ മൊഴി നൽകിയ ആളുകളുണ്ട്. മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പന്നിക്കുട്ടിയെ പോലെ വീർത്തിരിക്കുന്ന നടേശൻ എങ്ങനെ വീർത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ്. സർക്കാരിൽ നിന്ന് ഈ പറയുന്ന ഈഴവരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട സഹായം അത് കൈക്കലാക്കി ഞങ്ങൾ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞ് വാങ്ങിയെടുത്തിട്ട് സർക്കാരിൽ നിന്ന് കിട്ടിയ 3% പലിശയിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ വലിയ ഒരു ഫണ്ട്, ആ ഫണ്ട് 13% പലിശയിൽ ചിലർക്ക് നൽകി, പലരുടെയും പേരിൽ മറിച്ച് നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് സ്വന്തം പോക്കറ്റിലാക്കി. ഇതാണ് ഈ പറയുന്ന മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിലെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി എന്ന് പറയുന്നത്. ആദ്യം 25 ലക്ഷം രൂപ വന്നു, ആദ്യം 8 ലക്ഷം രൂപ വന്നു. അതെടുത്ത് ആർക്ക് കൊടുക്കണം ചോദിച്ചു. കാരണം ഈ തിരൂരിലെ SNDP യോഗം അങ്ങനെ ഒരു ഫണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടാതെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു. അതെടുത്തു സ്വീകരിച്ചു. അതെടുത്തിട്ട് നടേശനോട് ചോദിച്ചു എന്ത് ചെയ്യണം. നടേശൻ പറഞ്ഞു ഇന്ന ആൾക്ക് കൊടുത്തു. വീണ്ടും അതുപോലെ 50 ലക്ഷം രൂപ വന്നു. എമൗണ്ട് കണ്ട് തിരൂരിലെ SNDPക്കാർ ഞെട്ടി, വാങ്ങിയില്ല. കാരണം ഇത് തലയിലായാൽ കടപ്പാടം വിറ്റാലും തിരിച്ചടക്കാൻ കഴിയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് 50 ലക്ഷം വാങ്ങിയില്ല. അങ്ങനെ പലരുടെയും പേരിൽ രേഖകൾ ഉണ്ടാക്കി, ഇല്ലാത്ത സ്വയം സഹായക സംഘങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ പേരിലൊക്കെ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായി രേഖകൾ ഉണ്ടാക്കി സ്വന്തം പോക്കറ്റിൽ നിറച്ചു. എന്ന് പറഞ്ഞാൽ ഈഴവൻ്റെ ചോരയും നീരുമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വീർത്തിരിക്കുന്ന ശരീരമെന്ന് പറയുന്നത്. കേരളം കണ്ട വർഗീയ ക്രിമിനൽ അതാണ് വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സാമുദായിക നേതാവിനെതിരെ 140 കേസുകൾ. കേരളത്തിൽ ഏത് സാമുദായിക നേതാവിനെതിരെയാണ് ഇത്രയും കേസുകളിലെ, അതും ക്രിമിനൽ കേസുകൾ? നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തെങ്കിലും സമരം ചെയ്തതിൻ്റെ പേരിൽ കേസുണ്ടായതല്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ സമരങ്ങളൊക്കെ ചെയ്യുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടെ എതിർചേരിയിലിരിക്കുന്നവരാണ് ഭരണത്തിലെങ്കിൽ കേസെടുക്കൂ. ഇത് അങ്ങനത്തെ കേസല്ല. തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകവും ആത്മഹത്യാ പ്രേരണയും അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ 140 എണ്ണം. കേരളത്തിൽ ഏത് സാമുദായിക നേതാവിനെതിരെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ? ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു വാർത്ത ഞാൻ കണ്ടത്, ഒരു SNDP യോഗത്തിൽ നടന്ന അല്ലെങ്കിൽ അവരുടെ ചില പ്രസ്താവനകളാണ്. കേരളത്തിലെ ഏതാണ് SNDP യോഗം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു SNDP യോഗം അവർ നടത്തിയ ചില പ്രസ്താവനകൾ എന്താ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് CPM, പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും CPMലെ പല നേതാക്കളും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്നതാണ് തോൽവിക്ക് കാരണം എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെ
മേലിൽ ഈ തോൽവിയുടെ ഭാരമൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ അതൊരു ഒരു കാരണം മാത്രം. കാരണം വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഈ പറയുന്ന ഒരു SNDP യോഗത്തിൻ്റെ പ്രതികരണം, വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഏതാണ് ഈ പ്രതിരോധിക്കുന്ന ആൾ നിങ്ങൾക്കറിയോ? ഇവരൊക്കെ ഈ പറയുന്നതിൻ്റെ വിഹിതം പറ്റിയവരാ. ഈഴവരായിട്ടുള്ള സ്വന്തം സമുദായത്തിൽപ്പെടുന്ന സാധാരണക്കാരെ പറ്റിച്ച് നക്കിയതിൽപ്പെട്ട ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ എച്ചിൽ നക്കിയ ആളുകളാണ് ഈ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾ പ്രതിരോധിക്കും. എന്തിനാ പ്രതിരോധിക്കുന്നത്? ഈ ക്രിമിനലിനെ. ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിയായിരുന്നെങ്കിൽ പ്രതിരോധിക്കുകയൊക്കെ വേണം. ഇതൊന്നല്ല, ഇത് നല്ല ഒന്നാം തരം ക്രിമിനൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇപ്പോൾ അടുത്ത് ഇതേ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്ന ഒരു പ്രതി ചേർക്കപ്പെട്ട, യഥാർത്ഥത്തിൽ പ്രതിയല്ല കേട്ടോ, പ്രതി ചേർക്കപ്പെട്ട മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, വെള്ളാപ്പള്ളി നടേശൻ്റെ ബലം കൈയായിരുന്ന മഹേഷ് ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തേ? എന്തിനാ ചെയ്തേ? ഈ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസായി അന്വേഷണം തുടങ്ങിയപ്പോൾ അത് വെള്ളാപ്പള്ളി നടേശൻ ബലം കൈയായിരുന്ന മഹേശൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചു. തനിക്കിതിൽ യാതൊരു പങ്കുമില്ല, എല്ലാം മഹേശൻ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ മഹേശൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മഹേശൻ താൻ പെട്ടു എന്ന് കണ്ടപ്പോൾ മഹേശൻ ആത്മഹത്യ ചെയ്തു. വെള്ളാപ്പള്ളി നടേശന് വേണ്ടി എല്ലാം ചെയ്തു നടന്ന മഹേശൻ അവസാനം കുടുങ്ങിയപ്പോൾ മഹേശൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തിയപ്പോൾ തലയൂരിയെടുക്കാൻ കഴിയില്ല. കാരണം മഹേശനും അതിൽ പങ്കാളി എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആജ്ഞകൾ പ്രാവർത്തികമാക്കിയവരിൽപ്പെട്ടവരാ. വെള്ളാപ്പള്ളി നടേശൻ്റെ ആജ്ഞ അത് നടപ്പിലാക്കിയ, അത് എക്സിക്യൂട്ട് ചെയ്ത വ്യക്തിയാണ് ഈ മഹേശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തായി? എല്ലാം മഹേശൻ്റെ തലയിൽ, ഞാനൊന്നും അറിയില്ല, എല്ലാം മഹേശനാണ് എന്ന് പറഞ്ഞ് മഹേശൻ്റെ തലയിലേക്ക് ചാരിയപ്പോൾ മഹേശൻ ജീവിതം അവസാനിപ്പിച്ചു. മഹേശൻ കുറിപ്പ് എഴുതി വെച്ചു, നടേശനാണ് കാരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈഴവരെങ്ങനെ ഊറ്റുകയായിരുന്നു. 3% പലിശക്ക് സർക്കാർ കൊടുക്കുന്ന ഫണ്ട് നടേശൻ വിതരണം ചെയ്തപ്പോൾ 13% പലിശ എന്ന് പറഞ്ഞാൽ പലിശയിൽ പോലും നടേശന് ലാഭവിഹിതം എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു, ഇതിൻ്റെ ഈ ഫണ്ട് സഹായത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു എന്ന് കരുതുക. ഞാനൊരു ഇമാജിനേഷൻ, ഒരു ഫിഗർ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 1 ലക്ഷം രൂപയുടെ എത്രയായി? 10% എത്രയാ? 10,000 രൂപ. അപ്പോൾ 13% എന്ന് പറഞ്ഞാൽ എത്രയായി? 13,000 രൂപയായി അല്ലേ? ഈ യഥാർത്ഥത്തിൽ പലിശയായിട്ട് കൊടുക്കേണ്ടത് എത്രയാ? ഈ വായ്പക്ക് പലിശയായിട്ട് കൊടുക്കേണ്ടത് എത്രയാ? വെറും 3,000 രൂപ. വെറും 3,000 രൂപയാണ് പലിശയായിട്ട് നൽകേണ്ടത്. എന്നാൽ നടേശൻ കൊടുക്കുമ്പോൾ ഇവരിൽ നിന്ന് പലിശ വാങ്ങുന്നത് എത്രയാ? 13,000 രൂപ എന്ന് പറഞ്ഞാൽ 3,000 രൂപ യഥാർത്ഥ പലിശയും 10,000 രൂപ നടേശൻ്റെ കമ്മീഷനും. ഇത് പലിശയിൽ മാത്രമുള്ള കമ്മീഷൻ. ഇനി വലിയ വലിയ എമൗണ്ടുകൾ നൽകിയ ആളുകളുണ്ട് സഹായമായിട്ട്. ഈ സംഘങ്ങൾ രൂപീകരിച്ചിട്ടാണ് ഈ സഹായം നൽകിയത്. അതിൽ കുറച്ചൊക്കെ നൽകി, പകുതിയിലേറല്ല, അതിൻ്റെ മേജർ ഭാഗവും നൽകാതെ വ്യാജരേഖകൾ ഇത്ര ആൾക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് സ്വയം പോക്കറ്റിലാക്കിയതാണ് നടേശൻ. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ചില ആളുകൾക്ക് 20 ലക്ഷം 30 ലക്ഷം അങ്ങനെയൊക്കെ സഹായം ചില സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം 50 ലക്ഷം ഞാൻ പറഞ്ഞില്ലേ, തിരൂരിലെ SNDP യോഗത്തിൻ്റെ പേരിൽ 50 ലക്ഷം വന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വലിയ എമൗണ്ടുകൾ നൽകിയിട്ടുണ്ട് ചില സംഘങ്ങൾക്ക്. അപ്പോൾ ഈ നൽകിയവരിൽ നിന്നൊക്കെ ഈ ചോദിച്ചു വാങ്ങിയ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ തിരൂരിലേക്ക് വന്നത് നടേശൻ ഞാൻ കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വരവാ. അങ്ങനെയല്ല, ചില സംഘങ്ങൾ ഞങ്ങൾക്ക് സഹായം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയവരുണ്ട്. 30 ലക്ഷമോ 50 ലക്ഷമൊക്കെ വാങ്ങിയവരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നടേശന് ആ വായ്പാ തുകയിൽ നിന്നൊരു കമ്മീഷൻ വേറെ. ഒരു സ്ത്രീകളുടെ കൂട്ടായ്മക്ക് 30 ലക്ഷം നൽകി. ആ 30 ലക്ഷം നൽകിയവരിൽ നിന്ന് 10 ലക്ഷം നടേശന് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം വായ്പ നൽകണമെങ്കിൽ 10 ലക്ഷം നടേശന് കൊടുക്കണം കമ്മീഷനായിട്ട്. എന്നാൽ 30 ലക്ഷം കൊടുക്കും. അങ്ങനെ ഒരു ഭാഗത്ത് കമ്മീഷൻ ഈ രീതിയിൽ, ഒരു ഭാഗത്ത് ഈ പറയുന്ന
പലിശ ഇനത്തിൽ പോലും കമ്മീഷൻ. അങ്ങനെ ഈഴവന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ച ഡ്രാക്കുളയായിട്ടുള്ള വർഗീയ ക്രിമിനലാണ് നടേശൻ. ആ നടേശനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ നടേശൻ്റെ എച്ചിൽ നക്കിയവരാണ് വിറ്റകൾ. ഏത് ഈ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, നടേശൻ തിന്നതിൻ്റെ ബാക്കി ഇവരും നക്കിയിട്ടുണ്ട്. അപ്പം നടേശനെ പ്രതിരോധിക്കണം. കാരണം എന്താ, ബാക്കി തിന്നവരാ. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഇന്ന് കോടതിയിൽ, ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിലുള്ള കാര്യമായി പറയണേ. ഹൈക്കോടതിയിൽ നടേശൻ്റെ കഴുത്തിന് കൂത്തിന് പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓൺലി 3 ആഴ്ച, വിതിൻ 3 വീക്സ് അന്തിമ റിപ്പോർട്ട് കിട്ടണം എന്നുള്ളതാണ് കോടതി വെച്ചിരിക്കുന്ന നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ നടേശ 3 ആഴ്ചക്കുള്ളിൽ ആയുസ് ഒടുങ്ങിയാൽ നല്ലത്, അല്ലെങ്കിൽ അഴി എണ്ണേണ്ടി വരും. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും. അമ്മാതിരി ചെറ്റത്തരാ ഈ പറയുന്ന പാവങ്ങളായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ഈഴവരോട് ചെയ്തത്. നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, ഈ വെള്ളിട്ട് നടക്കുന്ന ടീമുണ്ടല്ലോ, അവർക്കൊന്നും ഇതിലൊരു കുഴപ്പമില്ല. അവർക്കൊക്കെ ഈ എച്ചിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടാതെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഈഴവരായിട്ടുള്ളത്, അവരിൽ നിന്നാണ് പലരിൽ നിന്നും ഇതുപോലെ 30 ലക്ഷം കൊടുക്കുമ്പോൾ 10 ലക്ഷം കമ്മീഷൻ, ഇനി കൊടുത്തതിന് 13% പലിശ എന്ന് പറഞ്ഞാൽ 3% യഥാർത്ഥത്തിൽ സർക്കാരിലേക്ക് പോകേണ്ടത്, 10% നടേശൻ്റെ പോക്കറ്റിലേക്കും പോകേണ്ടത്. അപ്പം എങ്ങനെയാ അങ്ങനെ വീർത്തത് എന്ന് മനസ്സിലായില്ലേ? ഈഴവൻ്റെ ചോരയും നീരുമാണ് നടേശൻ്റെ വീപ്പക്കുറ്റി പോലെയുള്ള ശരീരം എന്ന് പറയുന്നത്. എന്താണെങ്കിലും കോടതി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്, പിടിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിൽ വിവിധ സാമുദായിക സംഘടനകളുണ്ട് അല്ലേ? വിവിധ സാമുദായിക സംഘടനകൾ. ഈ വിവിധ സാമുദായിക സംഘടനകളിൽ 140 ക്രിമിനൽ കേസുള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അത്രയും വലിയ ബോൺ ക്രിമിനൽ, അതാണ് നടേശൻ. ആ നടേശനെയാണ് പിണറായി വിജയൻ കൈവെള്ളയിൽ കൊണ്ട് നടന്നത്. എന്തായിരുന്നു കാരണം? പിണറായി വിജയൻ ചുമ്മാ കൊണ്ടു നടന്നാണോ? 2016 അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഈ നടേശനെ കുറിച്ച് എന്താ പറഞ്ഞേ? കേരളത്തിൻ്റെ തൊഗാഡിയാണെന്നാ പറഞ്ഞേ. ആ കേരളത്തിൻ്റെ തൊഗാഡിയ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ്റെ കൈവെള്ളയിലെത്തിയത് എങ്ങനെയാ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഒരു രാത്രി കൊണ്ട് പിണറായി വിജയന് ഈ പറയുന്ന നിലപാട് മാറ്റം ഉണ്ടായതാണോ? അല്ല, പിണറായി വിജയൻ നിർബന്ധിതനായതാ. നടേശനെ സംരക്ഷിക്കാൻ നിർബന്ധിതനായതാ. നടേശനെ RSS സംഘ് പരിവാരം ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് പിണറായി വിജയൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വിജയ നിങ്ങൾക്കുള്ള ടാസ്കാ. എന്താ ടാസ്ക്? ഒരു പോറൽ പോലും ഏൽക്കരുത്, സംരക്ഷിച്ച് പിടിച്ചോളണം എന്ന് RSS പിണറായി വിജയൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ ചോദിച്ചു, സംരക്ഷിച്ചില്ലെങ്കിലോ? അപ്പോൾ നാഗ്പൂരിൽ നിന്നുള്ള ഒരു കോള് വന്നു. എന്താ കോള്? ഹലോ മിസ്റ്റർ വിജയൻ, സംരക്ഷിച്ചില്ലെങ്കിൽ 1 2 3 4 4 3 2 1 എണ്ണേണ്ടി വരും. എന്ത്? അഴി എണ്ണേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കൈരേഖ 2 കൈയിലും. നോക്കുമ്പോൾ മകൻ വിവേക് കിരണുണ്ട്, മകൾ വീണയുണ്ട്, പിന്നെ SNC ലാവലിനുണ്ട്, SFIO ഉണ്ട്, CMRലുണ്ട്, എക്സാലോജിക്കുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ വിജയന് മനസ്സിലായി, കൈരേഖയിലൊക്കെ തെളിഞ്ഞങ്ങനെ നിൽക്കുക. അതേ കൈരേഖയിൽ ഇങ്ങനെ കൊയ്വെള്ളയിൽ കൊണ്ടു നടന്നു വെള്ളാപ്പള്ളി നടേശനെ. അപ്പം ഞാനിതിന് ഒരു ന്യായീകരണം, ഒരു കൃമികീടത്തിൻ്റെ ന്യായീകരണം കേട്ട്. എന്താ? ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോഴാണല്ലോ കാറിൽ കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ നിന്ന് ആ PWD ഗസ്റ്റ് ഹൗസിൽ നിന്ന് പിണറായി വിജയൻ വാഹനത്തിൽ പോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടന്നു പോവുകയാണ്. എവിടേക്ക്? ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിലേക്ക്. വീട്ടിലെ സ്റ്റെപ്പ്, ഏത്
വീട്ടിലെ ബെഡ്റൂം, കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് ആ സിറ്റ് ഔട്ടിലേക്ക് ഒരാൾ താങ്ങി പിടിച്ചിട്ട് അല്ലാതെ നടക്കാൻ കഴിയാത്ത നടേശൻ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വേദിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോഴാണ് കയറ്റിയത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ക്യാപ്സ്യൂൾ എത്രമാത്ര നടേശനെ കൊണ്ട് നടക്കാൻ വേണ്ടി എത്ര ക്യാപ്സ്യൂളുകളാണ് ഇറക്കിയത്. ആ ക്യാപ്സ്യൂളുകളൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടായി എന്ന് ഏപ്രിൽ 29 പോളിംഗ് ബൂത്ത് പോയപ്പോൾ അടിച്ചു കൊടുത്തു അണ്ണാക്കിൽ. ഇപ്പം മൂലക്കിരിക്കുക. ഇപ്പം ആകെ ഒരു വെപ്രാളാ. എന്താ വെപ്രാളം? ഇന്നിപ്പോൾ വി ഡി സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു വാക്കുപയോഗിച്ചതിൽ തിങ്ക് ടാങ്ക്. എന്താ പഠിച്ചോനെ ഇത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഒരു രക്ഷയില്ല. എങ്ങനെ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം സതീശൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കൊടുത്ത് എന്താണ് തിങ്ക് ടാങ്ക്. അത് കിട്ടിയപ്പോഴാണ് സമാധാനമായത്. അതിന് മുമ്പ് കാളവെറ്റ് എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തോടെയിരുന്നു. കാളയെ പിടിക്കാൻ വിജയം മുമ്പിൽ, പിന്നിൽ ബാലഗോപാലൻ, കിടാവിനെ പിടിക്കാൻ ബാലഗോപാലൻ പിന്നിലും. ഹൈസ് പൂട്ടി നടേശനെ പൂട്ടണം. കേരളം കണ്ട വർഗീയ ക്രിമിനലാ നടേശൻ. ആ നടേശനെ പൂട്ടുക തന്നെ വേണം. കാരണം അത്രമാത്രം ഈ കേരളത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ വിഷവിത്തുകൾ കാർക്കിച്ചു തുപ്പിയ ക്രിമിനൽ വർഗീയവാദിയാണ് നടേശൻ എന്ന് പറയുന്നത്. ഹൈക്കോടതി പൂട്ടി, 8 നിലയിൽ മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടി.